ചില ദിവസങ്ങൾ നമുക്ക് ഫുൾ ഡേ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റാറുണ്ട്. നല്ല പ്രൊഡക്റ്റീവായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റും, അങ്ങനെയൊക്കെയാണ്. പക്ഷേ മറ്റ് ചില ദിവസങ്ങളിലാണെങ്കിൽ ഫുള്ള് നെഗറ്റീവ് തോട്ട്സും ഡിപ്രഷനൊക്കെ ആയിട്ട് ആകെ ഒരു ദിവസം ഫുള്ള് ഡാർക്കാവും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഇത് ഫുള്ളായിട്ട് നമ്മുടെ കൺട്രോളിലൊന്നും അല്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന മോർണിംഗ് റൊട്ടീൻസിന് ഒരു പരിധി വരെ ആ ഒരു ദിവസം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. പഠനങ്ങൾ പറയുന്നത് മാത്രമല്ല, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് അറിഞ്ഞ കുറച്ച് കാര്യങ്ങളും കൂടിയാണ്. പെർഫെക്റ്റ് ആയിരിക്കുക എന്നുള്ളതിനേക്കാളും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഹാപ്പി ആയിരിക്കുക എന്നുള്ളതിനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും പെർഫെക്റ്റ് ആയിക്കൊള്ളണം എന്നുള്ളതിനൊരു നിർബന്ധവും ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം റൂമൊക്കെ ഒന്ന് ക്ലീൻ ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യാനും മനസ്സിനും ഒക്കെ ഒരു പോസിറ്റീവ് ഫീലിംഗ് കിട്ടും. അതുകൊണ്ട് തന്നെ ബെഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് ആട്ടോ. ഇത് ഇങ്ങനെ തന്നെ ആണെങ്കിലാണ് ശരി അല്ലെങ്കിൽ തെറ്റ്, അങ്ങനെയൊന്നുമില്ല. ചിലർക്ക് റൂമൊക്കെ ആകെ മെസ്സി ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും അവർക്ക് അവരെ വർക്കും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും, അവർ ഓക്കെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ദാറ്റ്സ് ഓക്കെ. അതിൻ്റെ മുകളിൽ വേറെ വർത്താനം കാര്യങ്ങളൊന്നും ഇല്ല. അവനവന് എന്താണോ കംഫർട്ടായി തോന്നുന്നത്, ഹാപ്പി ആയി തോന്നുന്നത്, ആ രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് മുകളിൽ വേറെ ശരിയും തെറ്റുകളൊന്നും ഇല്ല. പിന്നെ ഞാൻ മോർണിംഗ് ചെറിയൊരു സൗണ്ടിൽ സോങ്സ് പ്ലേ ചെയ്യാറുണ്ട്. മോസ്റ്റ്ലി ഡിവോഷണൽ സോങ്സ് തന്നെയാണ് ഞാൻ ഈ ഒരു ടൈമിൽ പ്രിഫർ ചെയ്യുന്നത്. അതെനിക്കും വീട്ടിലുള്ളവർക്കൊക്കെ ഒരു ഫ്രഷ് ഫീലിംഗ് തരാറുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയൊരു സൗണ്ടിൽ അവിടെ മ്യൂസിക് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ വിൻഡോൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ മണി പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പൊതുവേ ഗാർഡനിങ്ങിൽ എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിലും ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ വെക്കാനും അത് കാണാനൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. അതും മനസ്സിനൊരു പോസിറ്റീവ് ഫീലിംഗ് തരുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു സ്കിൻ കെയർ ഒക്കെ ചെയ്ത് പൊട്ടൊക്കെ തൊട്ട് സുന്ദരിയായിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിലോട്ട് കിടക്കാം. അതിനു മുന്നേ ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ട് ഇതൊക്കെ ഞങ്ങൾ പല സ്ഥലത്ത് പലതവണ കേട്ടതാണ്, ഇതൊന്നും നടക്കണ കാര്യമല്ല എന്നും പറഞ്ഞ് നിർത്തി പോവല്ലേ. പല സ്ഥലത്ത് കേട്ടിട്ടുണ്ടെങ്കിലും അതിൽ ചെറിയ രീതിയിൽ നമുക്ക് വേണ്ട പോലത്തെ മാറ്റങ്ങളൊക്കെ വരുത്തി നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നല്ല റിസൾട്ട് തരും. വേറൊന്നുമല്ല, ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കൽ തന്നെയാണ്. പക്ഷേ അതെങ്ങനെ ചെയ്യണം എന്നുള്ളതും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നോക്കാം. അത് പറയാം. അതിന് മുന്നേ സ്കിൻ കെയറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒന്ന് രണ്ട് കാര്യം കൂടെ ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ. ഒരു 30+ ഒക്കെ കഴിയുമ്പോൾ, അല്ല 30+ വേണ്ട, എത്ര മുന്നേ തുടങ്ങാൻ പറ്റുന്നോ അത്രയും നല്ലത്. എങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 30+ ഒക്കെ കഴിയുമ്പോൾ നല്ല രീതിയിൽ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് തുടങ്ങണം. അത് സ്കിന്ന് ഹെൽത്തി ആയിരിക്കുക എന്നതിന് വേണ്ടി മാത്രമല്ല. സ്കിൻ കെയർ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിച്ച് തുടങ്ങുകയാണ് അല്ലേ. നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിച്ച് തുടങ്ങുമ്പോൾ അവിടെ ഒരു സെൽഫ് ലവ് ഒക്കെ ഇമ്പ്രൂവ് ആയി വരും. സെൽഫ് ലവ് അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. നമുക്ക് പലപ്പോഴും നമ്മുടെ കൂടെയുള്ളവരെയും ചുറ്റുമുള്ളവരെയൊക്കെ സ്നേഹിക്കാനും കെയർ ചെയ്യാനൊക്കെ സമയം കിട്ടാറുണ്ട്. പക്ഷെ നമ്മൾ വിട്ടുപോകുന്നൊരു കാര്യമുണ്ട്, നമ്മളെ തന്നെ സ്നേഹിക്കുക, നമ്മളെ തന്നെ കെയർ ചെയ്യുക എന്നുള്ളതൊക്കെ. പക്ഷെ അതങ്ങനെ വിട്ടുപോകേണ്ട കാര്യമല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ളൊരു ഹാപ്പിനെസ് അല്ലെങ്കിൽ സെൽഫ് ലവിന് ശേഷമുള്ളൊരു ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും എക്സ്പീരിയൻസ് ചെയ്ത് അറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് മുതലെങ്കിലും നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് സ്നേഹിക്കാൻ തുടങ്ങുക. അത് കഴിഞ്ഞിട്ടുള്ള ലൈഫ് തീർച്ചയായിട്ടും ഒത്തിരി ചേഞ്ചസ് ഉള്ളതായിരിക്കും. ടു ഡു ലിസ്റ്റ് എഴുതാൻ തുടങ്ങാം. ടു ഡു ലിസ്റ്റ് എഴുതുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ മാത്രം എഴുതി വെക്കുക എന്നുള്ളതാണ്. ടു ഡു ലിസ്റ്റ് എഴുതുമ്പോഴല്ല, അത് എല്ലാം കഴിഞ്ഞ് രാത്രി അതിൽ എത്ര ടിക്ക് വീണു, എത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തീർത്തു എന്ന് കാണുമ്പോൾ കിട്ടുന്നൊരു സംതൃപ്തി ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലുത്. സോ നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ, ചെയ്ത് തീർക്കാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും ടു ഡു ലിസ്റ്റ് നിങ്ങൾ എഴുതണ്ട. മിനിമം കഴിയുന്ന കാര്യങ്ങൾ മാത്രം എഴുതി വയ്ക്കുക. പിന്നെ ടു ഡു ലിസ്റ്റ് ഞാൻ 2 കാറ്റഗറി ആയിട്ട് എഴുതി വെക്കാറുണ്ട്, പേഴ്സണലും പ്രൊഫഷണലും. പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ കുഞ്ഞു കുഞ്ഞു നമുക്ക് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും, പേഴ്സണലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എഴുതി വെക്കാറുണ്ട്.
ദെൻ പ്രൊഫഷണൽ കാര്യങ്ങൾ ഇതേപോലെ ഞാൻ ഓൾറെഡി ടാബിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ഓഫീസിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് തീർക്കണം, എന്തെല്ലാം സബ്മിറ്റ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ പ്രൊഫഷണൽ എന്നുള്ള കാറ്റഗറിയിൽ ടു ഡു ലിസ്റ്റിൽ എഴുതി വെക്കാറുണ്ട്. ചെയ്ത് നോക്കൂ, ലൈഫ് ഒന്നും കൂടെ ചിട്ടയായിട്ട് ടൈം മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് എഴുതി വെക്കുന്നതിനേക്കാളും രാത്രി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് ടിക്ക് ഇടുമ്പോൾ കിട്ടുന്നൊരു സംതൃപ്തി, ഒരു ഹാപ്പിനെസ്, അത് വേറെ തന്നെയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു പ്രചോദനമായി മാറും അത്. ഇപ്പോൾ ടു ഡു ലിസ്റ്റ് എഴുതാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മോർണിംഗ് റൊട്ടീനിൽ ഈ ഒരു കാര്യം ഉൾപ്പെടുത്തി നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് ഫീൽ ചെയ്യും. എന്തായാലും മോർണിംഗ് റൊട്ടീനിൽ ഈ ഒരു കുഞ്ഞു കാര്യം ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ച് പറയാനാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. എന്തായാലും ഞാൻ എൻ്റെ ടു ഡു ലിസ്റ്റൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെറിയൊരു എക്സസൈസ്, ദെൻ കുളിയൊക്കെ കഴിഞ്ഞ് അതായത് ഇതേപോലെ പ്രാർത്ഥിച്ച് ഒരു ദിവസം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹാപ്പി ആയിരിക്കാൻ പറ്റും.